മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. കാസർഗോഡ് പടന്നക്കാട് ബാലികയെ തട്ടിക്കൊണ്ടുപോയി ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ ഒന്നാം പ്രതി സലീമും സഹോദരിയും കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തി. വിധി പറയുന്നത് തിങ്കളാഴ്ചത്തേക്ക് മാറ്റി. ഹോസ്ദുർഗ് ഫാസ്റ്റ് ട്രാക്ക് സെഷൻസ് കോടതിയുടേതാണ് കണ്ടെത്തൽ. വിവരങ്ങളുമായി ജോസഫ് അഗസ്റ്റിൻ ചേരുന്നു. ജോസഫ്, ബാലികയെ തട്ടിക്കൊണ്ടുപോയി ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ ഒന്നാം പ്രതിയും സഹോദരിയും കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തിയിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഈ 2024 മെയ് 14 ഈ കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത്. പുലർച്ചെ 2:30 വീട്ടിൽ കിടന്നുറങ്ങുകയായിരുന്നു, മുത്തച്ഛനൊപ്പം കിടന്നുറങ്ങുകയായിരുന്ന പെൺകുട്ടി മുത്തച്ഛൻ പശുവിനെ കറക്കാൻ വേണ്ടി പോയ സമയത്താണ് ഇത്തരത്തിൽ ഈ സലീം ഈ വീട്ടിൽ അതിക്രമിച്ച് കയറുന്നതും ഈ പെൺകുട്ടിയെ ബെഡ്റൂമിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയി സമീപത്തുള്ള ഒരു പാടവരമ്പത്ത് വെച്ച് ഇത്തരത്തിൽ മൃഗീയമായി ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കുകയും അതിനുശേഷം കുട്ടിയുടെ കമ്മൽ മോഷ്ടിക്കുകയും ചെയ്ത് കടന്നു കളഞ്ഞത്. ഇതിനുശേഷം വ്യാപകമായ തെരച്ചിൽ, അതായത് വിവിധ സംസ്ഥാനങ്ങളിൽ വ്യാപകമായ തെരച്ചിലായിരുന്നു ഈ പ്രതിക്ക് വേണ്ടി നടത്തിയത്. ഈ തെരച്ചിലിനൊടുവിലാണ് ഈ കുടക് സ്വദേശിയും കാഞ്ഞങ്ങാട്ട് താമസക്കാരനുമായ PS സലീമിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇത്തരത്തിൽ കവർച്ചാ ശ്രമത്തിനെത്തിയപ്പോൾ പെൺകുട്ടിയെ കാണുകയും അതിനുശേഷം ഇത്തരത്തിൽ ലൈംഗിക അതിക്രമം നടത്തുകയുമായിരുന്നു എന്നാണ് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയത്. ഇതിന്റെ വിചാരണ കഴിഞ്ഞ 7 മാസം മുമ്പ് പൂർത്തിയായിരുന്നു. ഇതിനുശേഷമാണ് ഇത്തരത്തിൽ ഇയാൾ കുറ്റക്കാരനാണെന്ന് കോടതി ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഈ കേസിൽ സലീമിന് പുറമെ സലീമിന്റെ സഹോദരി കുറ്റക്കാരാണ് എന്ന് ഇപ്പോൾ കോടതി കണ്ടെത്തിയിട്ടുണ്ട്. ഈ സലീമിന്റെ സഹോദരി ഈ മോഷ്ടിച്ച കമ്മൽ വിൽക്കുന്നതിന് സഹായം ചെയ്തു എന്നാണ് ഈ കുറ്റത്തിലുള്ളത്. ഈ കൂത്തുപറമ്പിലാണ് ഇത്തരത്തിൽ ജ്വല്ലറിയിൽ ഈ സ്ത്രീ ഈ മോഷ്ടിച്ച കമ്മൽ വിൽക്കാൻ ശ്രമം നടത്തിയത്. അങ്ങനെ ഇരുവരും കുറ്റക്കാരാണ് എന്നാണ് ഇപ്പോൾ കോടതി കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും ഈ കേസിൽ വിധി പറയാൻ തിങ്കളാഴ്ചത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ PS സലീം, ഒന്നാം പ്രതിയായിട്ടുള്ള PS സലീമിനെ ഇപ്പോൾ പോലീസ് ഇപ്പോൾ വീണ്ടും കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ്. തിങ്കളാഴ്ച കോടതിയിൽ ഹാജരാക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഏറെ കാസർഗോഡിനെ സംബന്ധിച്ചിടത്തോളം ഏറെ വിവാദങ്ങൾ ഉണ്ടായ കേസാണ്, ഏറെ ചർച്ച ചെയ്യപ്പെട്ടൊരു സംഭവമാണ്. വീട്ടിൽ ഉറങ്ങിക്കിടന്ന 10 വയസ്സുകാരി ബാലികയാണ് ഇത്തരത്തിൽ വീട്ടിൽ നിന്നും തട്ടിക്കൊണ്ടുപോയി ക്രൂരമായ ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കിയത്. അതിനുശേഷം വ്യാപകമായ തിരച്ചിൽ നടത്തിയിരുന്നു. ഒരു തുമ്പുമില്ലായിരുന്ന ഒരു കേസായിരുന്നു. അതിനുശേഷം കേരള വിഷൻ ഈ സംഭവം ഈ പ്രതി എന്ന് സംശയിക്കുന്ന ആളുടെ ഒരു ദൃശ്യങ്ങൾ കേരള വിഷൻ ന്യൂസ് പുറത്തുവിട്ടിരുന്നു. ഈ പുറത്തുവിട്ട ദൃശ്യങ്ങളിൽ നിന്നാണ് ഇത്തരത്തിൽ പ്രതിയെ കണ്ടെത്തുന്നതിന് നാട്ടുകാർക്ക് സഹായമായത്. പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട നിർണായകമായ പരിശോധനകൾ ഈ പ്രതിയിലേക്ക് എത്തുന്നതിന് സഹായിച്ചു. കേരളം, കർണാടക, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിലാണ് ഈ പോലീസ് ഇയാൾക്ക് വേണ്ടി വലിയ തിരച്ചിൽ നടത്തിയത്. ഇതിനിടയിൽ ആന്ധ്രയിൽ ഹോട്ടലിൽ ജോലിക്ക് പ്രവേശിക്കുന്നതിനിടെയാണ് പോലീസ് അതിവിദഗ്ധമായി ഈ പ്രതിയെ കണ്ടെത്തിയത്. എന്തായാലും ഏറെ വിവാദമായ ഒരു സംഭവമാണ്. ഇതിൽ നിർണായകമായ വിധി ലഭിക്കും, നീതിയുക്തമായ ഒരു വിധി ലഭിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഈ കോടതിയിൽ ഇന്നും ഇത്തരത്തിൽ പ്രതിഭാഗം അഭിഭാഷകരും വാദിഭാഗം അഭിഭാഷകരും തമ്മിൽ സംവാദങ്ങളുണ്ടായി. ഇതിൽ പ്രധാനപ്പെട്ടത് ഈ പ്രതിയുടെ ശിക്ഷ ഇളവ് ചെയ്ത് നൽകണമെന്നാണ് പറയുന്നത്. കാരണം ഈ പ്രതിക്ക് 4 മക്കളുണ്ട്. ഈ കാഞ്ഞങ്ങാട് തന്നെ താമസമാക്കിയ 4 മക്കളുണ്ട്. ഈ കുടുംബം വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ ഈ കുട്ടികളെ കൂടി പരിഗണിക്കണം. ശിക്ഷ വിധിക്കുമ്പോൾ ഈ കുട്ടികളെ കൂടി പരിഗണിക്കണമെന്നുള്ള കാര്യമാണ് പ്രതിക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ വാദിച്ചത്. മാത്രമല്ല ഇത് റയറസ്റ്റ് ഓഫ് കേസ് അല്ല, അതായത് അപൂർവങ്ങളായിട്ടുള്ള കേസല്ല എന്നുള്ള കാര്യവും ഈ പ്രതിഭാഗം അഭിഭാഷകർ വാദിക്കുകയുണ്ട്. പക്ഷേ വാദിഭാഗം വക്കീൽ ആവശ്യപ്പെട്ടത് ഈ ഇത്തരത്തിൽ വധശിക്ഷ നൽകുന്ന തരത്തിലേക്ക് ഈ വധശിക്ഷ നൽകണമെന്നൊരു വാദമാണ് ഇവർ പ്രധാനമായും ഉന്നയിച്ചത്. മാത്രമല്ല ഇയാൾ ഒരു സ്ഥിരം കുറ്റവാളിയാണെന്നും ഇവർ വാദിക്കുകയുണ്ടായി. സമാന സ്വഭാവത്തിൽ 2022 ബന്ധുവായ അംഗവൈകല്യമുള്ള ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ഈ ആദൂർ വനത്തിൽ വെച്ച് പീഡിപ്പിച്ചതായും പരാതിയുണ്ട്. അത്തരത്തിൽ ഇയാൾ സ്ഥിരം കുറ്റവാളിയാണ്. അതുകൊണ്ട് മാതൃകാപരമായ ശിക്ഷ നൽകണം, വധശിക്ഷ നൽകണമെന്നാണ് പ്രധാനമായും ഇവർ വാദിച്ചിട്ടുള്ളത്. എന്തായാലും തിങ്കളാഴ്ചത്തേക്ക് ഈ വിധി പറയുന്നതിനായി മാറ്റിയിട്ടുണ്ട്. ദീപ്തി. ശരി. കാസർഗോഡ് പടന്നക്കാട് ബാലികയെ തട്ടിക്കൊണ്ടുപോയി ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ ഒന്നാം പ്രതി സലീമും സഹോദരിയും കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തി. വിധി പറയുന്നത് തിങ്കളാഴ്ചത്തേക്ക് മാറ്റിയിരിക്കുകയാണ്. ഹോസ്ദുർഗ് ഫാസ്റ്റ് ട്രാക്ക് സെഷൻസ് കോടതിയുടേതാണ് കണ്ടെത്തൽ. ജോസഫ് അഗസ്റ്റിനാണ് വിവരങ്ങൾ നൽകിയത്.